നമസ്കാരം. ഞാൻ ഡോക്ടർ നിലയിൽ കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. കേരള സർക്കാരിന് കീഴിലുള്ള KDIS കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിലിന്റെ നിരവധി പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ ഒഴിവുകളുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ ഇതിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് കഴിയും. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് കേരള ഗവൺമെന്റ് തന്നെ കീഴിലുള്ള മറ്റൊരു സ്ഥാപനം, അവരാണ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. താല്പര്യമുള്ളവർ ഇതിലേക്ക് എത്രയും വേഗം അപേക്ഷിക്കുക. ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് 2025 ജനുവരി 25 വരെയാണ് നിങ്ങൾക്ക് അവസരം. ഇമെയിലായിട്ട് വേണം നിങ്ങളുടെ CV-യും മറ്റു ഡോക്യുമെന്റ്സ് ഒക്കെ അയക്കാവുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. KDISകിലേക്കാണ് ഈ പോസ്റ്റുകൾ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. തിരുവനന്തപുരം ആയിരിക്കും മെയിൻ ഇതിനകത്ത് വേക്കൻസി ഉള്ള സ്ഥലം തിരുവനന്തപുരത്തായിരിക്കും എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പൊ നിങ്ങളുടെ CV തയ്യാറാക്കി, അതുപോലെ CV-യും മറ്റ് ID പ്രൂഫും മറ്റ് ഡോക്യുമെന്റ്സും ഏജ്, ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ് ഉള്ള സർട്ടിഫിക്കറ്റ് എല്ലാം കോപ്പി സഹിതം KDISrecruitment2024@gmail.com എന്ന ഇമെയിൽ വേണം നിങ്ങൾ അയക്കാൻ. ലാസ്റ്റ് ഡേറ്റ് ഞാൻ പറഞ്ഞു, ജനുവരി 25 ലാസ്റ്റ് ഡേറ്റ്. നമുക്ക് മറ്റു വിശദാംശങ്ങൾ നോക്കാം. പോസ്റ്റുകളാണ് ആകെ 17 പോസ്റ്റുകളാണുള്ളത്. അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജറുടെ 3 പോസ്റ്റുകൾ, സീനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് 2 പോസ്റ്റ്, ജൂനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് 4 പോസ്റ്റുകൾ, ജൂനിയർ കൺസൾട്ടന്റ് 4 പോസ്റ്റുകൾ, പ്രോജക്ട് അസിസ്റ്റന്റ് 1, ഓഫീസ് സപ്പോർട്ട് എക്സിക്യൂട്ടീവ് 1, ഓഫീസ് അസിസ്റ്റന്റ് 1, അങ്ങനെ ആകെ 17 പോസ്റ്റുകളാണ് ഉള്ളത്. ഇനി ക്വാളിഫിക്കേഷൻസ് പറയുന്നത് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജറുടെ വേണ്ട യോഗ്യത എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ നിയമ ബിരുദം അല്ലെങ്കിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ സയൻസിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസിലുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ ബിരുദം, സയൻസിലോ സോഷ്യൽ സയൻസിലോ മാനേജ്മെന്റിലോ ഒക്കെ ഉള്ളവർക്കും 5 വർഷത്തെ മിനിമം പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. 50,000 മുതൽ 60,000 വരെ ശമ്പളം ലഭിക്കുന്നതായിരിക്കും കാര്യം മനസ്സിലാക്കും. അടുത്ത സീനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവുമാരുടെ യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ, എഞ്ചിനീയറിംഗിലുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ, നിയമബിരുദം, അഗ്രികൾച്ചറൽ സയൻസ്, സോഷ്യൽ സയൻസ് എന്നിവയിലുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 45,000 മുതൽ 55,000 വരെ ശമ്പളം ആയിട്ട് ലഭിക്കും എന്ന കാര്യം മനസ്സിലാക്കും. അടുത്ത ജൂനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവിന് വേണ്ട യോഗ്യതയും ഇതേ യോഗ്യത തന്നെയാണ്. 30,000 മുതൽ 45,000 വരെ ശമ്പളമായിട്ട് ലഭിക്കും. 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. സീനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവിന് 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അടുത്ത ജൂനിയർ കൺസൾട്ടന്റ് ആണ്. അതിനുവേണ്ട യോഗ്യതയും ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എഞ്ചിനീയറിംഗിലോ നിയമത്തിലോ സയൻസിലോ സോഷ്യൽ സയൻസിലോ കൊമേഴ്സ് മാനേജ്മെന്റ് ഒക്കെ ഉള്ളതുപോലെ 3 വർഷത്തെ പ്രവൃത്തി പരിചയം ചോദിച്ചിട്ടുണ്ട്. 35,000 മുതൽ 50,000 വരെ ശമ്പളമായിട്ട് ലഭിക്കും. പ്രോജക്ട് അസിസ്റ്റന്റിനും വേണ്ട യോഗ്യത ഏതെങ്കിലും വിഷയത്തിലെ ബിരുദവും 1 വർഷത്തെ പ്രവൃത്തി പരിചയം ബന്ധപ്പെട്ട മേഖലയാണ്. 20 മുതൽ 30,000 വരെ ശമ്പളമായിട്ട് ലഭിക്കും. ഓഫീസ് സപ്പോർട്ട് എക്സിക്യൂട്ടീവിന് വേണ്ട യോഗ്യതയും ഏതെങ്കിലും വിഷയത്തിലെ ബിരുദവും 1 വർഷത്തെ പ്രവൃത്തി പരിചയമാണ്. 20,000 മുതൽ 30,000 വരെ ശമ്പളമായിട്ട് ലഭിക്കും. ഓഫീസ് അസിസ്റ്റന്റ് വേണ്ട യോഗ്യത 12ാം ക്ലാസ് പാസ്സായിരിക്കുക. 1 വർഷത്തെ പ്രവൃത്തി പരിചയം അപേക്ഷിക്കാൻ കഴിയും. 20 മുതൽ 30,000 വരെ ശമ്പളമായിട്ട് ലഭിക്കുന്ന കാര്യം മനസ്സിലാക്കുക. ഇനീഷ്യലി 1 വർഷത്തെ കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം, പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്ന സാധ്യതയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. താല്പര്യമുള്ള ഈ അവസരം പരമാവധി 2025 ജനുവരി 25 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. താല്പര്യമുള്ള ഈ അവസരം പരമാവധി വിനിയോഗപ്പെടുത്തുക. താങ്ക് യു.